ഇന്ന് നമുക്ക് ഗണിതശാസ്ത്രത്തിൻ്റെ മറ്റൊരു ശാഖയായ ആൾജിബ്ര എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. വാട്ട് ഈസ് ആൾജിബ്ര? ആൾജിബ്ര ഡീൽസ് വിത്ത് കമ്പ്യൂട്ടേഷൻസ് സിമിലർ ടു അരിത്മെറ്റിക്സ്, ബട്ട് ഇറ്റ് ഡീൽസ് വിത്ത് നോൺ ന്യൂമറിക് ഓബ്ജക്ട്സ്. അതായത് സംഖ്യകളല്ലാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പല വിലകൾ സ്വീകരിക്കാവുന്ന ചില കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് ഒരു മുറിയുടെ ഊഷ്മാവ് അത് സ്ഥിരമായിട്ട് 5 എന്നോ 10 എന്നോ 20 എന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് മേ വേരി. അതുപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ വില, ഒരു ആളുടെ പൊക്കം, ഇതെല്ലാം വേരിയബിൾസ് ആണ്. ഇങ്ങനെ വ്യത്യസ്ത വിലകൾ സ്വീകരിക്കാവുന്ന ഒരു സംഖ്യാഗണത്തിൽ നിന്നും വ്യത്യസ്ത വിലകൾ സ്വീകരിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഇറ്റ് ഈസ് കോൾഡ് എ വേരിയബിൾ ക്വാണ്ടിറ്റി. വേരിയബിൾ ക്വാണ്ടിറ്റി അഥവാ ചരം. ചരം എന്ന് പറയും. ഇറ്റ് ഈസ് എ വേരിയബിൾ ക്വാണ്ടിറ്റി. നമ്മൾ എക്സാമ്പിൾസ് എന്തൊക്കെ കണ്ടു? ടെമ്പറേച്ചർ കണ്ടു, പിന്നെ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ, ഹൈറ്റ് ഓഫ് എ പേഴ്സൺ, ഹൈറ്റ് ഓഫ് എ മൗണ്ടൻ, ഡെപ്ത് ഓഫ് ഓഷ്യൻ അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജ് പോയിൻറ്റ്സ്. അപ്പോൾ അതെല്ലാം വേരിയബിൾസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വേരിയബിൾ ക്വാണ്ടിറ്റീസിൻ്റെ ഇവാലുവേഷൻ, അതിൻ്റെ മൂല്യം കണ്ടുപിടിക്കുക, എത്രയാണെന്ന് കണ്ടുപിടിക്കുക, അതിനെക്കുറിച്ചുള്ള എന്യൂമറേഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, ഈ ആൾജിബ്രയ്ക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൾജിബ്രയിൽ നമുക്ക് ചില ഡെഫിനിഷൻസ് ആദ്യം നോക്കാം. ആൾജിബ്രിക് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട്സ് എ ടേം? ഒരു പദം. ഒരു പദം എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി എ നമ്പർ, എ കോൺസ്റ്റന്റ് നമ്പർ. ഒരു കോൺസ്റ്റന്റ് നമ്പർ ആകാം, 4. അതൊരു ടേമാണ്. പക്ഷെ ബട്ട് ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ ടേം. ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ ടേം. But an algebraic term contains a letter which denotes the variable. So a variable is an unknown, or it will not have a fixed value. It varies. For example, speed is a variable quantity. Speed. When you drive a car, you can drive it with different speeds, 10 kilometers per hour, 5 kilometers per hour, 30 kilometers per hour. So it's a variable quantity, speed. But distance is a constant quantity. Distance എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഒരു പോയിന്റിൽ നിന്ന്, ഒരു ബിന്ദുവിൽ നിന്ന് വേറൊരു ബിന്ദുവിലേക്കുള്ള അകലം, അതാണ് ഡിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ, ലെറ്റ് ആൻ ആന്റ് മൂവ്സ് ഇൻ ദിസ് വേ. സോ വാട്ട് വിൽ ബി ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്? യു ഹാവ് ടു കൗണ്ട് ഓൾ ദീസ് സെഗ്മെന്റ്സ്. ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി. ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ കാറിൻ്റെ സഞ്ചാരപഥവും വളവും തിരിവൊക്കെ തിരിഞ്ഞൊക്കെയാണ് പോകുന്നത്. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ സഞ്ചരിക്കാൻ എത്ര ദൂരം സഞ്ചരിച്ചു. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. എന്നാൽ ഈ ഡിസ്റ്റൻസ് ഡയറക്ഷണൽ ഡിസ്റ്റൻസ് വരുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ സഞ്ചരിച്ചു, തുടക്കം തൊട്ട് ഇവിടം വരെ എത്ര ദൂരം നേരെ സഞ്ചരിച്ചു, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ്. ദിസ് ഇസ് എ ഡയറക്ഷണൽ ക്വാണ്ടിറ്റി. ഡയറക്ഷണൽ ക്വാണ്ടിറ്റി പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആകാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, പോസിറ്റീവ് നമ്പേഴ്സ് ഒക്കെ പഠിച്ചപ്പോൾ. എനിഹൗ, അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് ഈ ആൾജിബ്രിക് ടേംസ് വെച്ച് പറയുന്നുണ്ട്. വെലോസിറ്റി v. സോ സ്പീഡ് ഈസ് എ വേരിയബിൾ. Then velocity is a variable. Velocity is the
ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ പെർ സെക്കൻഡ്, റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ എ പർട്ടിക്കുലർ റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഒരു പ്രത്യേക ദിശയിലുള്ള ഡിസ്റ്റൻസ് ട്രാവലിലാണ് ഒരു സെക്കൻഡ് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സമയത്ത് സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ an algebraic term should contain a variable such as x, y, z. In algebra, we use the ending letters of an alphabet such as x, y, z to denote variables. And beginning letters such as a, b, c, etc. to denote constants. അപ്പം തുടക്കം എ ബി സി തുടങ്ങിയ അക്ഷരങ്ങൾ കോൺസ്റ്റന്റുകളെ സൂചിപ്പിക്കാനും എക്സ് വൈ സെഡ് തുടങ്ങിയ അക്ഷരങ്ങൾ ഇതിനെ സൂചിപ്പിക്കാനും വേരിയബിളിനെ സൂചിപ്പിക്കാനും അക്ഷരങ്ങളായിട്ട് എടുക്കുമ്പോൾ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2x + 3y, ഇതിനകത്ത് രണ്ടിടത്തും ഓരോ വേരിയബിൾ ഉണ്ട്, 2x ആൻഡ് 3y. അപ്പോൾ ഇവിടെ എക്സിനെ നമ്മൾ ഏതുകൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്? ഈ വേരിയബിളിനെ 2 കൊണ്ട് ഗുണിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊരു ആൾജിബ്രിക് ടേമാണ്, കാരണം ഇതിനകത്തൊരു വേരിയബിൾ ഉണ്ട്. ദിസ് ഈസ് ഓൾസോ അനദർ ആൾജിബ്രിക് ടേം. ആൻഡ് if there are more than one algebraic term, then it will be an expression. So an algebraic expression contains more than one algebraic term. So 2x + 3y is an algebraic expression, and which are the variables in this algebraic expression? X and y. And in this term, 2 is termed coefficient of x. മലയാളത്തിൽ ഗുണോത്തരം എന്ന് പറയും. 2 എന്ന് പറയുന്നത് x എന്ന ചരത്തിന്റെ ഗുണോത്തരം, 3 എന്ന് പറയുന്നത് y എന്ന ചരത്തിന്റെ ഗുണോത്തരം. or 2 and 3 are the coefficients of x and y respectively. അപ്പം കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിളിനെ ഏതുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ആ കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റിയാണ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു എക്സ്പ്രഷൻ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2-ന് പകരം വേണമെങ്കിൽ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, കൺസിഡർ 3x² + 2x + 5. ഇവിടെ ഇതൊരു ആൾജിബ്രിക് എക്സ്പ്രഷനാണ്. ഇവിടെ ചരത്തിന് പവർ, സെക്കൻഡ് പവറാണ്. എന്താണ് പവർ എന്ന് പറഞ്ഞാൽ? എക്സ്പോണൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൃതിക്കാണ് പവർ എന്ന് പറയുന്നത്. എക്സ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞു? എക്സ്പോണൻഷിയേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മൾട്ടിപ്ലൈയിങ് എ നമ്പർ several times with the same number itself. 2 into 2 into 2. Here 2 is multiplied 4 times. So it is the exponential notation of this operation 2⁴. And this process is called exponentiation. Here x², 3x², here x is the of second power. This is the power of the exponent, and 2 is the base. In an exponential number, there are two parts, base and exponent. 2 is the base and 4 is the exponent, or 4 is the power. And this power is usually termed order of the exponential number. Order. So, which is the order of this exponential number? 4. Which is the order of this exponential term? 2. ഇവിടെ നമ്മളിവിടെ എടുത്തത് ചരത്തിൻ്റെ സെക്കൻഡ് ഓർഡറാണ് ഇവിടെ എടുത്തത്, അല്ലേ? ഇത് ഫസ്റ്റ് ഓർഡർ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരൊറ്റ വേരിയബിൾ എക്സ്, പക്ഷെ ആ വേരിയബിളിൻ്റെ സെക്കൻഡ് ഓർഡർ, ഫസ്റ്റ് ഓർഡർ, അങ്ങനെയുള്ള ടേംസ് ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള എക്സ്പ്രഷനെ നമുക്ക് എന്ത് പറയും? ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയും. ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ. ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ അകത്ത് നമ്മൾ ഇതിനെയൊക്കെ ജനറലൈസ് ചെയ്യുമ്പോൾ
ഈ കോൺസ്റ്റൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി എ ബി സി ഇങ്ങനെയുള്ള ചില കോൺസ്റ്റൻസ് നമ്മൾ ഇട്ടാൽ അത് നമുക്ക് പിന്നീട് കാണാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ കാണുമ്പോൾ പഠിക്കപ്പെടും. എനിഹൗ an algebraic term is a term which contains a variable and an algebraic expression contains more than one algebraic terms.